നമസ്കാരം. രാജ്യത്ത് 12% കൂടുതൽ ആൽക്കഹോളിന്റെ അളവുള്ള മരുന്നുകളുടെ വിൽപ്പനയ്ക്ക് കർശന നിയന്ത്രണം. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കി. ഇത്തരം മരുന്നുകൾക്ക് ഡ്രഗ്സ് ചട്ടങ്ങളിലെ ഷെഡ്യൂൾ കെ പ്രകാരം ഇതുവരെ ലഭിച്ചിരുന്ന പൊതുവായ ഇളവുകൾ ഇനി മുതൽ ലഭിക്കില്ല. ഇവയെ ഷെഡ്യൂൾ H1 ഉൾപ്പെടുത്തി. ഇതനുസരിച്ച് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്നുകൾ വിൽക്കാൻ പാടില്ല. വിതരണക്കാരും കെമിസ്റ്റുകളും ഇവയുടെ വിൽപ്പന വിവരങ്ങൾ പ്രത്യേക രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തൃശൂരിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ലോട്ടറി കടയിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ കടയുടമയെ അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂരിൽ ശിവാലയ ഓറിയന്റൽ കമ്പനികൾക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ 23 ദിവസമായി നടന്നുവന്ന രാപ്പകൽ സമരം അവസാനിച്ചു. സമരസമിതിയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. മഴ ശക്തമായതോടെ പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. ചാലക്കുടി പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. വാർത്തകൾ വിശദമായി. തൃശൂരിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ലോട്ടറി കടയിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ കടയുടമയെ അറസ്റ്റ് ചെയ്തു. പൂത്തോൾ അരണാട്ടുകര പോക്കാക്കില്ലത്ത് വീട്ടിൽ ഹുസൈനെയാണ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും തൃശൂർ ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ദിവാൻജി മൂലയിലെ ലോട്ടറി കടയിൽ നിന്ന് 2 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. സംഭവത്തിൽ പൂത്തോൾ അരണാട്ടുകര പോക്കാക്കില്ലത്ത് വീട്ടിൽ ഹുസൈനെ അറസ്റ്റ് ചെയ്തു. തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ VJ റോയിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, TK കണ്ണൻ, പ്രിവന്റീവ് ഓഫീസർ TJ രഞ്ജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CJ റിജോ, ഷിജു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ ശിവാലയ ഓറിയന്റൽ കമ്പനികൾക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ 23 ദിവസമായി നടന്നുവന്ന രാപ്പകൽ സമരം അവസാനിച്ചു. സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ച് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ദേശീയപാത നിർമ്മാണത്തിനായുള്ള മണ്ണെടുപ്പിനെ തുടർന്ന് തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കാത്തതിലും ടെൻഡർ എടുത്ത റോഡുകളുടെ നിർമ്മാണം വൈകുന്നതിലും പ്രതിഷേധിച്ചായിരുന്നു കൊടുങ്ങല്ലൂരിൽ LDFന്റെ നേതൃത്വത്തിൽ 23 ദിവസമായി രാപ്പകൽ സമരം നടന്നത്. സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്ന് ചാപ്പാറ ഗുരുശ്രീ റോഡിൽ ടൈൽ വിരിക്കുന്ന പ്രവൃത്തികൾ കമ്പനി ആരംഭിച്ചു. തുടർന്ന് കാക്കമാടൻ തുരുത്ത് VK രാജൻ മെമ്മോറിയൽ റോഡിലും ടൈൽ വിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് കമ്പനി അറിയിച്ചു. ഇതിനാവശ്യമായ നിർമ്മാണ സാമഗ്രികൾ സ്ഥലത്തെത്തിച്ചിട്ടുണ്ടെന്നും ടാറിംഗ് നടത്തേണ്ട റോഡുകളുടെ പ്രവൃത്തികൾ കാലാവസ്ഥ അനുകൂലമായാൽ ആരംഭിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും കമ്പനികൾ ഉറപ്പു നൽകി. ഇതിന്റെ പശ്ചാത്തലത്തിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനവും പൊതുയോഗവും അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു സമൂഹത്തിന്റെയും നാടിന്റെയും വികസനമായിട്ടാണ് ഞങ്ങൾ കാണാനും ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ NHAയുടെ ഭാഗമായിട്ട് ശിവാലയം ഓറിയന്റൽ കമ്പനിയും ഇവിടെ റോഡ് പണി നടക്കുമ്പോൾ പുഴയിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ട് NHAയുടെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തപ്പെടുമ്പോൾ ഒരു തടസ്സവുമില്ലാതെ നടത്താനുള്ള അവകാശങ്ങളെല്ലാം തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. വിവിധ നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു. തുടർന്ന് മണ്ണെടുപ്പ് തടഞ്ഞുകൊണ്ട് സംഘടിപ്പിച്ചിരുന്ന രാപ്പകൽ സമരം ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തൃശൂർ ജില്ലയിൽ മഴ ശക്തമായതോടെ പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. വൃഷ്ടിപ്രദേശങ്ങളിൽ തുടർച്ചയായി മഴ ലഭിക്കുന്നതിനെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് 420 മീറ്ററായി ഉയർന്നു. ചാലക്കുടി പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ തുടർച്ചയായി മഴ ലഭിക്കുന്നതിനെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് 420 മീറ്ററായി ഉയർന്നു. ഡാമിന്റെ ആകെ സംഭരണശേഷി 30.30 MCM ആയപ്പോൾ നിലവിൽ 61.49% വെള്ളം സംഭരിച്ചിരിക്കുകയാണ്. ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി പെരിങ്ങൽകുത്ത് ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ചാലക്കുടി പുഴയോരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. അതേസമയം ഷോളയാർ ഡാമിന്റെ ആകെ സംഭരണശേഷി 149.09 MCM ആണ്.
നിലവിൽ ഡാമിൽ സംഭരണശേഷിയുടെ 21.47% വെള്ളമാണ് ഉള്ളത്. മഴ ശക്തമായെങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തൃശൂർ ജില്ലയിൽ ഇത്തവണ കാലവർഷം ദുർബലമാണ്. ഇതുവരെ 649 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. ഈ കാലയളവിൽ ലഭിക്കേണ്ടത് 908.8 മില്ലിമീറ്റർ മഴയാണ്. അതായത് 29% മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. മണ്ണുത്തിയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് കവർച്ച നടത്തിയ കേസിലെ മുഖ്യപ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജസ്ഥാൻ ചിറ്റൂർഗഡ് സ്വദേശിയായ സുരാജ് പവറാണ് പിടിയിലായത്. മോഷ്ടിച്ച 47 പവൻ സ്വർണത്തിൽ 26 പവൻ പോലീസ് കണ്ടെടുത്തു. രാജസ്ഥാനിലെ കള്ളന്മാരുടെ കേന്ദ്രമായി അറിയപ്പെടുന്ന പ്രദേശത്ത് നിന്നാണ് പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. 1 മാസം മുൻപാണ് മണ്ണൂത്തിയിൽ സോമശേഖരന്റെ വീട്ടിൽ കവർച്ച നടന്നത്. രാത്രി വീടിന്റെ ഗ്രിൽ തകർത്തു കയറിയ പ്രതികൾ സോമശേഖരനെ കെട്ടിയിട്ട ശേഷം അലമാരയുടെ പൂട്ട് തകർത്ത 47 പവൻ സ്വർണവും 50,000 രൂപയും കവർന്ന് കടന്നുകളയുകയായിരുന്നു. തുടർന്ന് സോമശേഖരൻ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ 2 പ്രതികളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും മഠത്തുംപടി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായി പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാളാപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന ക്യാമ്പ് പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമത്തിൽ കണ്ടതാണ്. നമ്മുടെ മൺസൂൺ കാലം എന്ന് പറയുന്നത് കേരളം പോലുള്ള ഈ മൺസൂൺ മഴ ലഭിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു ദുരന്ത സ്ഥലങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ കഴിഞ്ഞ ദിവസമാണ് വയനാട് മണ്ണിടിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഒരുപാട് പേരുടെ മരണത്തിന് അതിനെയായി. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെയും ഒരുപാട് രോഗങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടമായി ഒരു മൺസൂൺ കാലഘട്ടം നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. നമുക്കിതിനെയൊക്കെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഈ രോഗങ്ങളെ വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രോഗങ്ങൾ ഇന്ന് ആശുപത്രികളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വലിയ തിരക്കാണ് നമുക്ക് അനുഭവപ്പെടാത്തത്. ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും ശരി, സ്വകാര്യ ആശുപത്രികളാണെങ്കിലും ശരി, വലിയ തിരക്ക് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി സജീവ് അധ്യക്ഷത വഹിച്ചു. ഫാദർ പോൾ തോമസ് കളത്തിൽ മുഖ്യാതിഥിയായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MS അഞ്ജു പകർച്ചവ്യാധി പ്രതിരോധത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിൻസി ജോയി, പഞ്ചായത്ത് അംഗങ്ങളായ PP ആനി, CN സുധാർജനൻ, ഗിരിജ വാമനൻ, സുജാത വിജയൻ, ഡോക്ടർ അനുജ, ലിംല K ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ പ്രദേശവാസികൾക്ക് ആരോഗ്യ പരിശോധനയും ആവശ്യമായ ചികിത്സാ നിർദ്ദേശങ്ങളും മരുന്ന് വിതരണവും നടത്തി. ലഹരിക്കെതിരായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാള സ്നേഹഗിരി ഹോളി ചൈൽഡ് സെന്റർ സ്കൂളിൽ തൂഫാൻ ഡേയും ഫിഫ ഫെസ്റ്റിവൽ ജേഴ്സി ഡേയും സംഘടിപ്പിച്ചു. പരിപാടി മാള SI ഫൈസൽ കോറത്ത് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ മകളുമായിട്ട് ഇവിടെ ഒരു 6-7 വർഷം മുമ്പ് ഞാൻ വന്നിരുന്നു. എൻ്റെ മകള് ഇവിടെ ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറിയം തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുകാരിയാണ്. അവളെ കൊണ്ട് വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം പിന്നെ ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഇവിടുന്ന് ആ സമയത്ത് ഇവിടുന്ന് പോയിട്ട് പിന്നെ പാലക്കാട് ജില്ലയിലായിരുന്നു. ഒരു 6-7 വർഷം പാലക്കാട് ജില്ലയിൽ ജോലി ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. ഏതായാലും വളരെ സന്തോഷം. ഇങ്ങനെ ഈ സ്കൂളിൻ്റെ വളരെ എന്താ പറയുക, ഇങ്ങനെ വിശാലമായ ഓഡിറ്റോറിയത്തിൽ ഇത്രയും ഊർജ്ജസ്വലരായ വിദ്യാർത്ഥികളുടെയും അതിലും ഊർജ്ജസ്വലരായ അധ്യാപകരുടെയും മുന്നിലേക്ക് ഇങ്ങനെ വീണ്ടും നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ ഒരു അഭിമാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ലിജോ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് കുര്യൻ ആലപ്പാട്ട്, വിദ്യാർത്ഥികളായ നെഹോണ, സ്മൃതി PN എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ സുരേഷ് KSന്റെ നേതൃത്വത്തിൽ ഷൂട്ടൌട്ട് മത്സരവും വിവിധ കായിക വിനോദ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനൊപ്പം കായിക വിനോദങ്ങളിലൂടെ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും ഇന്റലിജൻസ് ബ്യൂറോയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ലോട്ടറി കടയിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ കടയുടമയെ അറസ്റ്റ് ചെയ്തു.
കൊടുങ്ങല്ലൂരിൽ ശിവാലയ ഓറിയന്റൽ കമ്പനികൾക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ 23 ദിവസമായി നടന്നുവന്ന രാപ്പകൽ സമരം അവസാനിച്ചു. സമരസമിതിയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. മഴ ശക്തമായതോടെ പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു. ചാലക്കുടി പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.